ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. ഇപ്പോൾ നടക്കുന്ന LP ഇൻ്റർവ്യൂവിൽ പാലക്കാട് ജില്ലയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു AI ടീച്ചിങ് എന്താണ്, അതെങ്ങനെയാണ് ടീച്ചിങ്ങിൻ്റെ പ്രയോജനമാകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗമായി കൊണ്ടിരിക്കുന്ന അപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഇനി ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഇത്തരം രീതിയിലുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുകയും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുകയും അത്യാവശ്യമായിരിക്കും. അതായിരിക്കും ചോദിക്കാൻ പോവുക മിക്കവാറും. അപ്പോൾ AI ടീച്ചിങ് ഇന്ത്യക്ക് പുറത്ത് മിക്ക സ്ഥലങ്ങളിലും ഇത് ഒക്കെ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ മിക്കവാറും ഇത്തരം AI ടൂൾസൊക്കെ ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരള വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇതൊക്കെ ഇനി വരും വർഷങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഇത്തരം സാഹചര്യങ്ങളൊക്കെ കടന്നു വരാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം അപ്പോൾ വരുന്ന ഒരു അധ്യാപിക എന്ന രീതിയിൽ നമ്മളും ഇതിൻ്റെ സാധ്യതകളൊക്കെ പഠിച്ചിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള അധ്യാപനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് വ്യക്തിഗതമാക്കിയ പഠനം. അതായത് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേകം പഠന വേഗത ഉണ്ടായിരിക്കും. വിദ്യാർത്ഥിയുടെ പഠന ശൈലി വ്യത്യസ്തമായിരിക്കും. ഓരോ വിദ്യാർത്ഥിയുടെയും പഠിക്കാനുള്ള കഴിവുകളും വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ കഴിവുകൾക്കൊക്കെ പൊരുത്തപ്പെടുന്ന തരത്തിൽ കുട്ടിക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകാൻ AIക്ക് കഴിയും. അതായത് ഓരോ വ്യക്തിയെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പഠനം എങ്ങനെയാണോ അത് സാധ്യമാക്കാൻ AIക്ക് കഴിയും. ടീച്ചർക്ക് ഇത്തരം വ്യത്യാസങ്ങളൊക്കെ കണ്ടെത്തി പഠിപ്പിക്കുക എന്നുള്ളതിന് സമയപരിമിതി ഒട്ടേറെ ഉണ്ടായിരിക്കും. അത് ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ടീച്ചർ ഇതൊക്കെ കണ്ടെത്തണം. ഓരോ ദിവസത്തെയും ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിന് ഫീഡ്ബാക്ക് എടുത്ത് പിറ്റേ ദിവസം അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബേസ്ഡ് ടീച്ചിങ് ആവുമ്പോൾ നടക്കുക. AI ആവുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള റിഫ്ലക്ഷൻ അപ്പോൾ തന്നെ നൽകാനും മാറ്റങ്ങൾ വരുത്താനും പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. മറ്റൊന്നാണ് ബുദ്ധിയുള്ള ട്യൂട്ടറിങ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും ആവശ്യങ്ങളനുസരിച്ചിട്ട് തത്സമയ ഫീഡ്ബാക്ക്, മാർഗനിർദ്ദേശം, അവർക്ക് ആവശ്യമായുള്ള പ്രോത്സാഹനം എന്നിവ നൽകിക്കൊണ്ട് ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള പിന്തുണ നൽകാൻ AIക്ക് കഴിയും. അടുത്തത് ഓട്ടോമാറ്റഡ് ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്കാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗ്രേഡിങ്ങും ഫീഡ്ബാക്കും ഇതിൽ നടക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗ്രേഡിങ്ങും ഫീഡ്ബാക്കും നടക്കുന്നത് കൊണ്ട് തന്നെ ടീച്ചർക്ക് സമയം ലാഭിക്കാം. ഇത് ടീച്ചറെ സഹായിക്കാൻ കാരണമാവുകയും ചെയ്യും. മറ്റൊന്നാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഗെയിമിഫിക്കേഷൻ, സിമുലേഷൻ, ഇൻറ്ററാക്റ്റീവ് മൾട്ടിമീഡിയ പോലുള്ള AIയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും അതുപോലെ പഠനത്തിൽ അവർക്ക് പ്രചോദനം നൽകാനും സഹായിക്കുന്ന ഒന്നാണ്. പ്രധാനമായും പറയുകയാണെങ്കിൽ വ്യക്തിവ്യത്യാസം അനുസരിച്ച് പഠനം എളുപ്പമാക്കാൻ കഴിയും. അതുപോലെ ക്ലാസ് മുറിയിൽ ഒരുപാട് സമയമെടുക്കുന്ന കാര്യം സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യാം. നമ്മുടെ ഒരു കരിക്കുലം അനുസരിച്ച് ഓരോ കുട്ടിയെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരാൻ നമ്മുടെ ഒരു കരിക്കുലം അനുസരിച്ച് ഓരോ കുട്ടിക്കും ഫലപ്രദമായ രീതിയിലുള്ള പഠനം നൽകി ഉയർത്തി കൊണ്ടുവരാൻ സമയം ഒരുപാട് ആവശ്യമാണ്. പക്ഷേ ഈ 45 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പഠനം നൽകാൻ നമുക്ക് കഴിയുന്നില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ മറികടക്കാൻ AI ടീച്ചിങ് വളരെ ഉപകാരമാവും. AI ടീച്ചിങ് ഫലപ്രദമായി നടത്താനുള്ള കുറച്ച് മെത്തേഡ്സ്, സ്ട്രാറ്റജീസാണ് പറയുന്നത്. ഒന്നാമത്തേത് അഡീഷണൽ മെത്തേഡ്. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മെത്തേഡ് എന്നാണ് കേട്ടോ. അഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ AI ഒരു സപ്ലിമെൻ്റ് മാത്രമാണ്. ടീച്ചർക്ക് പകരക്കാരൻ ഒരിക്കലും ആവുന്നില്ല. അതൊരു ടീച്ചർ കൊടുക്കുന്ന അറിവിന് പുറമെ കുറച്ചുകൂടി അറിവ്, അതായത് ഒരു സപ്ലിമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്.
കുട്ടികൾക്ക് കൂടുതൽ അറിവ് ലഭിക്കാൻ നമ്മളിപ്പോൾ ICT സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു സപ്ലിമെൻ്റ് മാത്രമാണ് AI ടീച്ചിങ്. അല്ലാതെ ടീച്ചർക്ക് ഒരിക്കലും പകരമായിട്ട് മാറ്റി സ്ഥാപിക്കരുത്. മറ്റൊന്ന്, കൃത്യമായ പഠന ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വ്യക്തമായ പഠന ലക്ഷ്യങ്ങളും അതുപോലെ ഫലങ്ങളും ആദ്യം തന്നെ സ്ഥാപിക്കണം. AI പവർ ഉപകരണങ്ങൾ ഈ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് ആദ്യം തന്നെ നമ്മൾ വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഫലപ്രദമായ ടീച്ചിങ് നടക്കുകയുള്ളൂ. പിന്നെ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. AI പവർ ഉപകരണങ്ങളുടെ ഫലപ്രാപ്തി പതിവായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ AI ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം അത് ചെയ്തോളും എന്ന് പറഞ്ഞ് നമ്മുടെ റോള് കഴിയുന്നില്ല. മറിച്ച് അത് കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. ആവശ്യമായിട്ടുള്ള സമയത്ത് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ മാറ്റി സ്ഥാപിക്കണം. അതിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അടുത്തത്, മനുഷ്യരും അതായത് ടീച്ചറും നമ്മളും AIയും തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മളെ ഇടയിലുണ്ടാവാനുള്ള ഒരു ജലസി, ടീച്ചേഴ്സിന് ഇടയിലുണ്ടാവാനുള്ള ഒരു ജലസി ഉണ്ടല്ലോ. അപ്പോൾ AI ഉപയോഗിക്കുന്നതുകൊണ്ട് അത്തരം ജലസി ഒന്നും ഉണ്ടാവരുത്. കാരണം നമുക്കൊരു ടീച്ചേഴ്സിനൊരു സപ്ലിമെൻ്റ് ആയിട്ടാണ് AI പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു പരസ്പരം അതൊരു നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമാനവും പ്രവർത്തനവും ഒക്കെ നൽകുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള സമയങ്ങൾ എപ്പോഴാണോ ടീച്ചർക്ക് ഒരു AI സപ്ലിമെൻ്റായി ആവശ്യമുള്ളത് ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അത് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിലുള്ള ഉപയോഗം വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എപ്പോഴും അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഇതിൻ്റെ പ്രയോജനം എല്ലാ കുട്ടികൾക്കും തുല്യമായ രീതിയിൽ ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കണം. ഇല്ല എങ്കിൽ അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഫലപ്രദമായിട്ടുള്ള ഒരു AI ടീച്ചിങ് ക്ലാസ് മുറിയിൽ നടക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു സംവിധാനത്തിൽ ടീച്ചറിൻ്റെ റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, പാഠ്യപദ്ധതി നിർമ്മാണവും അതിൻ്റെ വികസനവുമാണ്. പഠന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തൽ ഉറപ്പാക്കിക്കൊണ്ട് AI അധിഷ്ഠിത പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിലും വികസിപ്പിക്കുന്നതിലും അധ്യാപകർ തീർച്ചയായും പങ്കാളികളായിരിക്കണം. അതായത് AI ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് AI ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പാഠ്യപദ്ധതി നിർമ്മിക്കാൻ അധ്യാപകർ ശ്രമിക്കണം. അടുത്തത്, AI ഉപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പും നടപ്പാക്കലുമാണ്. AI അധിഷ്ഠിത ഉപകരണങ്ങൾ തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുന്നതിനും അവ അധ്യാപന അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും അധ്യാപകർ ഉത്തരവാദികളായിരിക്കണം. അപ്പോൾ ക്ലാസ് മുറിയിൽ പഠനം പ്രയോജനപ്രദമാക്കാൻ തരത്തിലുള്ള ടൂളുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ AIയും അധ്യാപകരും തമ്മിലുള്ള ഒരു പരസ്പര സഹകരണം അതിവിടെ പ്രധാനമാണ്. അത് പ്രോത്സാഹിപ്പിക്കണം. അടുത്തത്, നിരീക്ഷണവും വിലയിരുത്തലുമാണ്. അപ്പോൾ AI അധിഷ്ഠിത ഉപകരണങ്ങളുടെ ഫലപ്രാപ്തി അധ്യാപകർ പതിവായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. ആവശ്യാനുസരണം വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ റോളായിട്ട് വരുന്നതാണ് AI ടീച്ചിങ്ങിൽ. ഇനി ഇതിൽ കുട്ടികളുടെ റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സെൽഫ് ലേണിംഗ് നടക്കാൻ ഈ ഒരു AI സംവിധാനം വളരെ സഹായകമാണ്. അതായത് കുട്ടികൾക്ക് അവരുടെ രീതിക്കനുസരിച്ചുള്ള ഒരു പഠനം ഇവിടെ നടക്കാം. അതുപോലെ സഹകരണ പഠനം മറ്റ് സമപ്രായക്കാരുമായിട്ടും മറ്റു കൂട്ടുകാരുമായിട്ടും ക്ലാസ്സിലെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു പഠനം നടക്കാൻ AIയുടെ സാധ്യതകൾ ഉപയോഗിച്ച് സാധിക്കും. അവർക്ക് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പങ്കുവയ്ക്കാനൊക്കെ സഹായിക്കും ഈ ഒരു AIയുടെ സഹായത്തോട് കൂടിയിട്ട്. മറ്റൊന്ന്, AI സാധ്യതകൾ കുട്ടികൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം. പിന്നെ AI അധിഷ്ഠിത ഉപകരണങ്ങളും വിഭവങ്ങളും ഉപയോഗിച്ച് പഠനത്തിൽ സജീവമായ പങ്ക് വഹിക്കാൻ വിദ്യാർത്ഥികളെ അധ്യാപകർ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഒരു AI ടീച്ചിങ്
നമ്മുടെ ടീച്ചിങ്ങിലുമായിട്ട് എങ്ങനെ ഇൻക്ലൂസീവ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അവിടെ അധ്യാപകരുടെയും ടീച്ചറുടെയും റോളുകൾ, ടീച്ചിങ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ സമകാലികമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലേറ്റസ്റ്റ് ലേൺ.